അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സ്ത്രീയുടെ ഹൃദയം അത്യന്തം വിശാലമാണ്. അവൾ ഒരു വീടിൻ്റെ നിശബ്ദ ശക്തിയാണ്. അവൾ കരയാതെ സഹിക്കും, പരാതി പറയാതെ സേവിക്കും, ക്ഷീണിച്ചാലും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കും. റമളാൻ ആഗതമായാൽ ഏറ്റവും കൂടുതൽ തിരക്കാർക്കാണ്? സുഹൂർ ഒരുക്കുന്നത് നമ്മൾ, ഇഫ്താർ ഒരുക്കുന്നത് നമ്മൾ, വീട് ശുചിയാക്കുന്നത് നമ്മൾ, മറ്റുള്ളവരെ നോമ്പിലേക്ക് ഒരുക്കുന്നത് നമ്മൾ. പക്ഷേ ഒരൊറ്റ ചോദ്യം, നമ്മുടെ സ്വന്തം റമളാൻ എവിടെയാണ്? ഭക്ഷണം പാകം ചെയ്യുന്നതിനിടയിൽ നമ്മൾ അള്ളാഹുവിനെ ഓർക്കാറുണ്ടോ? മക്കളെ വിളിച്ചുണർത്തുമ്പോൾ നമ്മുടെ ഹൃദയം തഹജ്ജുദിൽ ഉണരാറുണ്ടോ? നമ്മൾ ഭാര്യമാർ, ഉമ്മമാർ വീട്ടുജോലികൾക്കിടയിൽ, കുട്ടികളെ പരിപാലിക്കുന്നതിനിടയിൽ, പാചകങ്ങൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇബാദത്തിന്റെ കാര്യങ്ങളിൽ പിന്നോട്ട് പോകാറില്ലേ? പക്ഷേ ഒരൊറ്റ കാര്യം ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ പ്രവൃത്തിയും വിലയിരുത്തപ്പെടുന്നത് ഉദ്ദേശപ്രകാരമാണ് എന്ന്. അതെ, അള്ളാഹുവിൻ്റെ സന്തോഷത്തിനായി നമ്മൾ ചെയ്യുന്ന ഏതൊരു ചെറിയ സേവനവും ഇബാദത്തായി മാറും. നമ്മുടെ സഹനവും ക്ഷീണവും ഉറക്കമില്ലായ്മയും അള്ളാഹുവിൻ്റെ അടുത്ത് വളരെ വിലപ്പെട്ടതാണ്. റമളാൻ നമ്മോട് പറയുന്നുണ്ട്, നീയൊരു വീട്ടമ്മ മാത്രമല്ല, ഒരു ഇബാദത്തിന്റെ സൈനികയാണ് എന്ന്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശക്കുന്ന ഒരു കുഞ്ഞിന് ഭക്ഷണം എത്തിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും ആ ഒരു കാരുണ്യത്തിന്റെ ഭാഗമാവുകയായിരുന്നു. ഒരു പുരുഷന്റെ ഈമാൻ ശക്തിപ്പെടണമെങ്കിൽ വീട്ടിലെ സ്ത്രീയുടെ ഹൃദയം ശക്തമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് ഒരു കവചമാണ് എന്ന്. പാപങ്ങളിൽ നിന്ന് കാക്കുന്ന കവചം, കോപത്തിൽ നിന്ന് കാക്കുന്ന കവചം, നരകത്തിൽ നിന്ന് കാക്കുന്ന കവചം. ഇനി നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മുടെ നോമ്പ് വെറും ഒരു വിശപ്പാണോ അതോ ഹൃദയത്തിന്റെ മാറ്റമാണോ എന്ന്. ഈ റമളാനിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയാം, യാ റബ്ബ്, ഞാൻ ക്ഷീണിച്ചു, പക്ഷേ നിന്നെ വിട്ടു പോയിട്ടില്ല എന്ന്. ഉമ്മമാരുടെ ദുആ ആകാശം തൊടും. ഒരു ഭാര്യയുടെ സ്വബർ വീടിനെ ജന്നത്താക്കും. ഒരു മകളുടെ തഖ്വ കുടുംബത്തെ ഉയർത്തും. ഈ റമളാനിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന സ്ത്രീകൾ മാത്രമാകാതെ അള്ളാഹുവിനു വേണ്ടി ജീവിക്കുന്ന സ്ത്രീകളാകാൻ ശ്രമിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ റമളാനിൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും. ഈ തുറന്ന വാതിലുകളിലൂടെ നമ്മൾ എപ്പോഴെങ്കിലും കൈനീട്ടാറുണ്ടോ? കണ്ണീരണിഞ്ഞുകൊണ്ട് ഒരൊറ്റ ദുആയെങ്കിലും, ഒരു സുജൂദിൽ ഹൃദയം തുറന്ന് ഒരു പ്രാർത്ഥന, അടുക്കളയിൽ നിന്ന് ഉയരുന്ന ദുആകൾ, കുഞ്ഞിനെ ഉറക്കുമ്പോൾ ചൊല്ലുന്ന ഇസ്തിഗ്ഫാറുകൾ, ഭർത്താവിനും മക്കൾക്കുമായി നമ്മൾ ഇരക്കുന്ന ദുആകൾ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ അടുത്ത് വളരെ വിലപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നുള്ളത്. ഈ റമളാനിൽ അള്ളാഹു നമ്മെ മാറ്റപ്പെട്ട സ്ത്രീകളാക്കട്ടെ. ഹൃദയം ശുദ്ധമാക്കി, ഈമാൻ ശക്തമാക്കി, സ്വർഗത്തിലേക്കുള്ള പാതയിൽ ഒരു പടി കൂടി മുന്നോട്ട് നയിക്കട്ടെ. നമ്മുടെ വീടകം ഖുർആനാൽ നിറയട്ടെ. നമ്മുടെ മക്കൾ ദീനിന്റെ പാതയിൽ വളരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.